ഇനി ഇടുക്കിയിലും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു. രാഹുൽ, നമ്മുടെ ഹൈറേഞ്ചിലൊക്കെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? അവിടുത്തെ മഴ എന്ന ഹൂങ്കാരത്തോടെ വലിയ മരങ്ങളൊക്കെ ഇളകിയാടുന്ന ഇത്തിരി പീഡിപ്പെടുത്തുന്ന മഴയാണ്. അവിടെ വെടിശബ്ദം ഇടിശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇടുക്കിയിൽ പരക്കെ മഴയായിരുന്നു. തൊടുപുഴയിൽ ഉൾപ്പെടെ കനത്ത മഴ പെയ്തിരുന്നു. ഇന്നലെ രാത്രിയിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിയ ഒരു ശമനമുണ്ട്. പലയിടങ്ങളിലും ചാറ്റൽ മഴ മാത്രമായി അത് കുറയുകയും ചെയ്തിട്ടുണ്ട്. ആശങ്കപ്പെടുത്തുന്ന യാതൊരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ചില സ്ഥലങ്ങളിൽ മാത്രം ചില മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചില കൃഷി വിളകൾക്കൊക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ചില സ്ഥലങ്ങളിൽ കറണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഉൾപ്പെടെ പുനഃസ്ഥാപിക്കാനുള്ള നടപടി KSEB തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് യെല്ലോ അലർട്ട് മാത്രമാണ്. ഏതെങ്കിലും സ്കൂളുകൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുകയാണ്. മറ്റേതെങ്കിലും തരത്തിൽ ആവശ്യങ്ങളുള്ള അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ അത്തരത്തിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷയെല്ലാം കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മഴ ഒരല്പം ശമിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ പുലർച്ചെ വരെ അതിശക്തമായ മഴ ഹൈറേഞ്ചിൽ പരക്കെ പെയ്തിരുന്നു. തൊടുപുഴയിലും പെയ്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.